ചവറ മുതൽ ചവറ വരെ കിടക്കുന്ന ഒരു പാർട്ടിയാണ് RSP. ഇങ്ങനെയാണ് RSPയെ കുറിച്ചുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെ. ഒരു കാലത്ത് വലിയ പ്രതാപത്തിൽ നിന്ന ഒരു പാർട്ടിയാണ് RSP. വമ്പന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി. ബേബി ജോണ്, TK ദിവാകരൻ, ശ്രീകണ്ഠൻ നായർ, RS ഉണ്ണി എന്നിവരുടെ ഒരു നീണ്ട നിരയാണ്. അതിനുശേഷമൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് ബാബു ദിവാകരൻ, ഷിബു ബേബി ജോണ്, അസീസ്, NK പ്രേമചന്ദ്രൻ. ഇതിലിപ്പോൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രൻ 3 തവണയായിട്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൻ്റെ MP ആണ്. 2014-ലും 2019-ലും പിന്നീട് 2024-ലും. NK പ്രേമചന്ദ്രന് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്നാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലേക്ക്, അതായത് UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. ആ സാഹചര്യത്തിൽ NK പ്രേമചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിച്ചു കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ്, ഉറപ്പാണ്. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു NK പ്രേമചന്ദ്രൻ. മികച്ച മന്ത്രി, മികച്ച ഒരു പാർലമെന്റേറിയൻ കൂടിയാണ്. നരേന്ദ്രമോദിയുടെ പ്രത്യേക ഇഷ്ടപാത്രമായി മാറുകയും ചെയ്ത MP ആണ് NK പ്രേമചന്ദ്രൻ. മോദിയും പ്രേമചന്ദ്രനുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെ വലിയ വർത്തമാനത്തിന് വരെ ഇടയാക്കിയിട്ടുണ്ട്. BJPയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ മോദിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയൻ കൂടിയാണ്. അപ്പോൾ RSPക്ക് 2016 മുതൽ ഒരു ജനപ്രാതിനിധ്യമില്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടിയായിരിക്കുകയാണ്. നിയമസഭയിൽ ആരുമില്ല. 2016-ലും 2021-ലും. 2026 ആ ഗതി വരരുത്, ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ RSPക്ക് എപ്പോഴും 5 മണ്ഡലങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ എല്ലാം ഇടത്തും പരാജയമായിരുന്നു. ഈ മഞ്ചേരിയിലും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നേട്ടവും ഇല്ലാത്ത ഇടങ്ങളിലേക്ക് പോകാതെ കൊല്ലം ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഷിബു ബേബി ജോൺ മത്സരിച്ച ഇടമാണ് ചവറ. ചവറയിലെ 2016 വിജയംപിള്ളയാണ് CPM സ്വതന്ത്രനായിട്ട്. 2021 വന്നിട്ട് വിജയംപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയംപിള്ളയാണ് മത്സരിക്കുന്നത്, വിജയംപിള്ളയുടെ മരണത്തെ തുടർന്ന്. അന്ന് 2021 1000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ സുജിത് വിജയംപിള്ളയ്ക്കുള്ളൂ. അതുകൊണ്ട് മണ്ഡലം തിരികെ നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ഷിബു ബേബി ജോൺ നോട്ടമിടുന്നത് കൊല്ലം മണ്ഡലമാണ്. ഈ 2016 മുതൽ 2 തവണയായിട്ട് ജനപ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് പാർട്ടിയുടെ അടിത്തറയ്ക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നു. അത് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് കൊല്ലം സീറ്റ് ഇവർ ചോദിക്കാൻ തയ്യാറാകുന്നു. NK പ്രേമചന്ദ്രനിലൂടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളും UDFന് അനുകൂലമാക്കി എടുക്കാൻ NK പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ LDFിലെ CPMന്റെ സ്ഥാനാർത്ഥിയാണല്ലോ മുകേഷ് MLA. മുകേഷ് കൊല്ലം നിയമസഭാ മണ്ഡലത്തെ ഏതാണ്ട് കുളം തോണ്ടിയിട്ടിരിക്കുകയാണ്. CPMന്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലെ കോൺഗ്രസ്സുകാരും ബലമുറപ്പിച്ച് നിൽക്കുന്ന ഇടമാണ് കൊല്ലം മണ്ഡലം. അവിടെ ഇവിടെ ബിന്ദു കൃഷ്ണ മത്സരിച്ചു. കഴിഞ്ഞ 2021 വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ വരെ ഉണ്ടായിരുന്നു. പക്ഷേ 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുകേഷ് കയറി വരികയും ചെയ്തു. കോൺഗ്രസിന് ഒരുപക്ഷെ കുണ്ടറയിൽ നിന്ന് VC വിഷ്ണുനാഥിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. പക്ഷേ ഈ RSP ഇപ്പോൾ അതിശക്തമായിട്ട് ഷിബു ബേബി ജോൺ അത് ആവശ്യപ്പെടുന്നുണ്ട് കൊല്ലം മണ്ഡലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊല്ലം മണ്ഡലത്തിന്റെ പേരിൽ UDF മുന്നണിക്കകത്തൊരു കലഹമുണ്ടായാൽ
CPM നോട്ടം ഇട്ടിരിക്കുകയാണ് ഷിബു ബേബി ജോണിനെ ഇങ്ങോട്ടേക്ക് റാഞ്ചാനായിട്ട്. അതിനുള്ള ഒരു ശ്രമവും നടക്കുന്നു. കാരണം ഈ NK പ്രേമചന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് RSP ഇപ്പോൾ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ RSPക്ക് ഒരു മന്ത്രി പദവി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെന്തായാലും തലയെടുപ്പുള്ള NK പ്രേമചന്ദ്രന് തന്നെ ആയിരിക്കും. അപ്പോൾ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രി പദവിയിൽ നിന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഷിബുവിനെ എങ്ങനെയെങ്കിലും ഒപ്പം നിർത്താനാണ് CPM ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ RSPയിൽ NK പ്രേമചന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരവിപുരം മണ്ഡലം, ചവറ ഇതൊക്കെയാണ് നോട്ടം. ഇരവിപുരം മണ്ഡലത്തിൽ നായർ സ്വാധീനമുണ്ട്. ചവറ പൊതുവെ RSPക്ക് അനുകൂലമായ സാഹചര്യമുള്ള മണ്ണാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇരവിപുരം മണ്ഡലമാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയാണ്, അവിടെ സിറ്റിങ്ങും CPM ആണ്. ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നും പ്രേമചന്ദ്രൻ എൻ്റെ പക്ഷക്കാർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് RSPക്കകത്തൊരു പിളർപ്പിലേക്ക് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അത് CPM അതിന് കൂടുതൽ ശക്തിയും പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിളർപ്പുണ്ടാക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. NK പ്രേമചന്ദ്രനെ ഒരിക്കലും CPMന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. 2014 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലം RSPയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് CPM ശ്രമിക്കുന്നു. അന്ന് പിണറായി വിജയനുമായി ഉണ്ടായ ഉരസലിലാണ് AKI സെന്ററിൽ നിന്ന് NK പ്രേമചന്ദ്രൻ ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ ഇറങ്ങി വന്ന NK പ്രേമചന്ദ്രനെ UDF കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുന്നു. പിന്നീട് മുമ്പ് പിളർന്ന RSP ഷിബു ബേബി ജോണ് NK പ്രേമചന്ദ്രനും ഒന്നിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു CPMലൂടെ തന്നെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഷിബു ബേബി ജോണും മുതിർന്ന നേതാവ് തന്നെയാണ്. 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഷിബു ബേബി ജോൺ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഷിബു ബേബി ജോണ് ഇപ്പോൾ 2026 മത്സരിച്ച് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ UDF വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ NK പ്രേമചന്ദ്രൻ അതൊരു തടസ്സമായി നിൽക്കുമോ? അങ്ങനെ ആ തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഷിബു ബേബി ജോണിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് CPM ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രേമചന്ദ്രൻ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തലയെടുപ്പെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രേമചന്ദ്രനെ ഒട്ടും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പ്രേമചന്ദ്രനും CPMനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പലപ്പോഴും പിന്നീട് അതിശക്തമായിട്ട് ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും CPMനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. പ്രേമചന്ദ്രനെതിരെയും CPM ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷേ CPM എത്ര ആഞ്ഞടിച്ചിട്ടുള്ള സമയത്തും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. 2014 അവിടെ പോയി മത്സരിക്കുമ്പോൾ NK പ്രേമചന്ദ്രനെ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവിടെ എത്തിയപ്പോൾ എന്താണ് വിളിച്ചത്? അന്ന് പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചത് MA ബേബിയാണ്. പരനാറി എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ടെന്താ, ബേബിയുടെ പരാജയം ഉറപ്പായി. 2019 പരനാറി എന്നും പരനാറിയായിരിക്കുമെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഉയർത്തി. 2024 ആ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേറെ ജനസ്വാധീനമുള്ള ഒരു മികച്ച പാർലമെന്റേറിയനായി നിൽക്കുന്ന പ്രേമചന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നാൽ ഏറെ ശോഭിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു മന്ത്രി പദവിയിൽ ഇരുന്നിട്ടുമുണ്ട്. മന്ത്രി പദവിയിൽ ശോഭിക്കാൻ കഴിയും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. അത് CPM, അത് UDF അതിന് അനുകൂലമായിട്ട്, കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒക്കെ തന്നെ പ്രേമചന്ദ്രനെ ആയിരിക്കും അംഗീകരിക്കുക. ആ പ്രേമചന്ദ്രനെ തന്നെ മന്ത്രിയാക്കാനുമായിരിക്കും. അപ്പോൾ ഷിബു ബേബി ജോണിന് സ്ഥാനലബ്ധിക്ക് വേണ്ടി ചിലപ്പോൾ LDFിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ RSP ഒരു പിളർപ്പിലേക്ക് പോകും എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. RSP കേരള കോൺഗ്രസിന്റെ ചില സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. പിളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിളർപ്പിലേക്ക് കൊല്ലത്ത് വീണ്ടും RSP നീങ്ങുമോ എന്നാണ് ഇനി നമുക്ക് വരുന്ന ആളുകളിൽ അറിയാൻ കഴിയുന്നത്.